നമസ്കാരം. വീണ്ടും മണി പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. 18 ക്യാരറ്റ് ഗോൾഡ് 13,000 രൂപയാണ്. 70 രൂപ ഗാലി. 24 ക്യാരറ്റ് ഗോൾഡിന് 100 രൂപ ഗാലി. 14,920. ഒരു പൗണ്ടിന് 800 രൂപ കണക്ക് വരുന്ന സമയം 24 ക്യാരറ്റ് ഗോൾഡിന് 110 രൂപ ഗാലിയാണ്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ വളരെ സ്ട്രോങ് ആയിട്ട് സ്മോൾ റേഞ്ചിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. സിൽവറിൻ്റെ വില താഴെ വിളുന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മളെ വ്യാപാരികളൊക്കെ നോ ചേഞ്ച് എന്നാണ് പറയുന്നത്. കാരണം മാർക്കറ്റ് ഒരേ അടിയാണ്. എന്തുകൊണ്ടാണ് സ്വർണം വിടുന്നു എന്ന് നോക്കുവാണെങ്കിൽ, ഇന്ന് ഡോളർ സ്ട്രെങ്ത് കാരണം ചൈനയുടെ വില $120 അടുത്ത് ചെന്നിരിക്കുന്നു. ഇത് കാരണം ഇൻട്രസ്റ്റ് റേറ്റ് അമേരിക്കയിൽ കയറ്റും. ഒരു ഓപ്ഷനില്ല. കെവിൻ മാഷ് കുസ്തി വയ്ക്കും ട്രംപിന്റെ ഒപ്പം എന്ന് പറഞ്ഞാണ് ഇതിങ്ങനെ നടക്കുന്നു. മാർക്കറ്റ് വിശ്വസിക്കുന്നു. ഇത് മാത്രമല്ലാതെ കടൻ വാങ്ങിയും ചെലവ് ചെയ്യുന്നു. എല്ലാം ചേർത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കയറ്റും. അങ്ങനെ നടക്കുവാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കയറ്റി അത് വളരെ പാടാണ്. ഇവയെ നിങ്ങൾക്ക് ഗോൾഡ് ചീപ്പായി കിട്ടുന്നു. സോ നിങ്ങൾ ഇതിനെ കൺസിഡർ ചെയ്യാൻ നല്ല സമയമാണ്. ഡോളർ 92 രൂപ 35 പൈസ വരുന്നു. പക്ഷേ ഇന്റർനാഷണൽ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ 40-45 എന്നാണ് പോകുന്നു. അതും തീർച്ചയായിട്ടും വരും. 120 നമ്മുടെ ലക്ഷ്യം. RBIയിലിരുന്ന് ഇന്നും വരെയും ചെയ്തുകൊണ്ടിരിക്കുന്നു കമ്പ്യൂട്ടർ എഞ്ചിനീയർ. പട്ടാസ് ലിസ്റ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ബുസ്സാകുന്ന സമയം നമ്മൾ ഓടിപ്പോയി എടുക്കാം. IDFC ഫസ്റ്റ് 4.5% ഡൗൺ. ഇൻഡസ്ഇൻഡ് ബാങ്ക് 4% ഡൗൺ. തമിഴ്നാട് മെർക്കൻഡൈൽ ബാങ്ക് 5% ഡൗൺ ആണ്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് 5% ഡൗൺ. കർണാടക ബാങ്ക് 6% ഡൗൺ. ഫെഡറൽ ബാങ്ക് 5% ഡൗൺ. ടാറ്റ സ്റ്റീൽ 4% ഡൗൺ. പാസഞ്ചർ വെഹിക്കിൾ 4% ഡൗൺ. കമേഴ്ഷ്യൽ വെഹിക്കിൾ 3.9% ഡൗൺ. ഇപ്പോൾ കുറച്ച് ഡൗൺ ആയത് നോക്കാം. സിപ്ല 2.1% ഡൗൺ. LNT 5% ഗില്ലിയാണ്. അജാജ് 4% ഗില്ലി. സൈഡസ് ലൈഫ് സയൻസസ് 2% ഗില്ലി. നാറ്റ്കോ 1.5% ഗില്ലി. ETC ഗില്ലി. എല്ലാം വളരെ നന്നായിട്ട് ഉണ്ടായിരുന്നു. ഒരു സ്റ്റേജിൽ 23,600 വരയ്ക്കും എത്തി. കഷ്ടപ്പെട്ട് പമ്പടിച്ചാണ് മാർക്കറ്റിനെ പതിയെ ഒരു 200 പോയിന്റ് തൂക്കി നടത്തിയിരിക്കുന്നത്. അതുപോലെ വരും നിങ്ങളെ മ്യൂച്വൽ ഫണ്ട് ഒരാട് ചിക്കി എന്ന് പറഞ്ഞുകൊണ്ട് ബിരിയാണിയുടെ എനിക്കെന്തോ മാർക്കറ്റ് അറിയത്തില്ല, ലോങ് ടേമിന് നല്ലത് എന്നൊക്കെ സംസാരിക്കുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ പേടിഎമ്മിൽ കാശ് ഇട്ടിരിക്ക് വേണമെങ്കിൽ പേടിഎം IPO കഴിഞ്ഞ് IPO ലെവലിൽ നിന്ന് എന്നാണ് നിങ്ങൾ ഉയർന്ന് കാശ് നോക്കാൻ പറ്റും. നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ഓലയിലിട്ടാൽ ഓല ലോങ് ടേമിൽ ഇട്ടിരുന്നാലും ഒന്നും നടക്കൂല. നിങ്ങളെ എല്ലാ കമ്പനിയും ഗോവിന്ദോന്ന് പോയിരിക്കും. രാവിലെ നോക്കുകയാണെങ്കിൽ റിയൽ മാർക്കറ്റ് നിക്കി 6.8% ഡൗൺ ആണ്. ആൻസൺ 2.7 ഡൗൺ. സിംഗപ്പൂർ 2.7 ഡൗൺ. തായ്വാൻ 5% ഡൗൺ. കാഷ്തി 8% ഡൗൺ. ജക്കാർത്ത 3.5% ഡൗൺ. അങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു 5% മുകളിൽ ഡൗൺ ആയിരിക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ കറൻസി സിംഗപ്പൂർ പോലെ സ്ട്രോങ് അല്ല. ഇതോ മാജിക് ചെയ്ത് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നു. ഇന്നും ലഞ്ച് ടൈമിന് സമയം എത്തിയിട്ടില്ല. ടിഫിൻ കോഫി റേഞ്ചിൽ തന്നെ ഇരുന്നാൽ മതി. ഒരുപാട് കാര്യങ്ങൾ മനം തുറന്ന് സംസാരിക്കുന്ന സമയമാണ്. $40 ഇരിക്കുമ്പോൾ കൂടെ 100 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന പെട്രോളിന് $115 ഇരിക്കുമ്പോൾ രണ്ട് കാര്യം നമ്മൾ ഓർക്കണം. ഇത് പെട്രോളിന് 115 ആക്കണം. ഇനി അതിനെ വാങ്ങി ഇട്ടുകൊണ്ടിരിക്കണം. എക്സൈസ് ഡ്യൂട്ടി, സെസ് ഇത് കുറച്ചോ ഫിസിക്കൽ എഗറും ഇൻഫ്ലേഷൻ വരും. അല്ലെങ്കിൽ കയറ്റിയാലും ഇൻഫ്ലേഷൻ വരും. ട്രാൻസ്പോർട്ടാണ്. ഇത് ഫോർവേഡും പോകാൻ പറ്റില്ല, ബാക്ക്വേർഡും പോകാൻ പറ്റില്ല. ഹാഫ് നോക്കറ്റ് LBW ആണ്. ഇത് കാരണം എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് അറിയാൻ പറ്റുന്നില്ല. എത്രയും ദിവസത്തിന് ഇങ്ങനെ ഇരിക്കുമോ അതാണ് ന്യൂസ്. ഇന്ന് ഇതുവരേക്ക് 12 ലക്ഷം കോടി കാണാനില്ല. എസ്പെഷ്യലി മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടവർക്ക് ടോട്ടലായിട്ട് 12 ലക്ഷം രൂപ, കിറ്റിൽ 12 ലക്ഷം കോടിയാണ്. മേജർ പാർട്ട് അവർന്ന് തന്നെ. ഇത് കാരണം ഒരു 5 ലക്ഷം കോടി മ്യൂച്വൽ ഫണ്ടിന് പ്രശ്നം തന്നെ. രൂപ 92.33 എന്നാണ് പറയുന്നത്. ഇപ്പോൾ 48 ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ രൂപ ഇപ്പോൾ ഇല്ല, ഗാലി. ആക്ച്വലി ഞാൻ പോയി കണ്ടായിരുന്നു. പോയ പ്രാവശ്യം 22,500 ഇരിക്കുന്ന സമയം മാർക്കറ്റ് 85 ഇരുന്നത്. നമ്മൾ 93 വച്ചിരിക്കുന്നു. ആക്റ്റായിട്ട് 10% ഗാലിയാണ്. എന്നെ നോക്കി 23,600 10% എടുക്കുവാണെങ്കിൽ 21 അടുത്ത് ആക്ച്വലാ ഡോളറിൽ നോക്കുന്ന സമയം 21 ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ഒന്നും നോക്കൂല. അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് FI ഓടാതിരിക്കും? ഓടാൻ തന്നെ ചെയ്യും. ഓയിൽ 25% സർജാണ്. ഇത് കാരണം ഇന്ത്യയിലുള്ള ഇമ്പാക്റ്റ് എന്താണ് എന്ന് നിങ്ങൾ ചോദിക്കുന്നു.
സ്റ്റോക്ക് മാർക്കറ്റ് ഇമ്പാക്റ്റ് സെപ്പറേറ്റ് ആണ്, ജനങ്ങളുടെ മേളിരിക്കുന്ന ഇമ്പാക്റ്റ് സെപ്പറേറ്റ് ആണ്. ഇതിൽ ജനങ്ങൾക്ക് ഇതുമൂലം വരുന്ന ഇമ്പാക്റ്റ് കാരണം പരിപ്പിൻ്റെ വില പോലെ കയറും, പാമോയിലിൻ്റെ വില കയറും, ഈ ചിക്കൻ കോഴികൾക്ക് ഇടുന്ന ഭക്ഷണങ്ങളുടെ കാശൊക്കെ കയറും. ഫോർ എഗിൻ്റെ പ്രൈസ് കൂടും, ചിക്കൻ പ്രൈസും കൂടും. ഇതൊരു ഡയറക്റ്റ് ഇമ്പാക്റ്റ് ആണ്. ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റ് ഞാൻ രാവിലെ പറഞ്ഞതാണ്. 5 ലക്ഷം കോടി ഗാലി, ടയർ ഇൻഡസ്ട്രി ഗാലി, പെയിൻ ഇൻഡസ്ട്രി ഗാലി, പോളിയസ്റ്റർ ഇൻഡസ്ട്രി ഗാലി, പ്ലാസ്റ്റിക് ഇൻഡസ്ട്രി ഗാലി. ഇവർക്കൊക്കെ റേറ്റ് കയറും. ഇത് തന്നെ 25% കയറുവാണെങ്കിൽ സ്പൈസ് ജെറ്റ് ICUയിൽ പോയി കിടക്കും, ഗവൺമെൻറ് രക്ഷിക്കുമെന്നിരിക്കും. ഇൻഡിഗോ ICU അടുത്ത് പോവാമോ പിൽ തന്നെ ഇരിക്കാമോ എന്നത് നോക്കണം. ഇന്ത്യ OPയിൽ പോയി കിടക്കും, ICUയിൽ ചെല്ലാതെ വാർഡിലും കിടക്കും. ന്യൂവൽ ടാറ്റ കാശിടണം, ചന്ദ്രടിക്കാൻ പോകുന്നു. ചന്ദ്രശേഖരൻ്റെ സമയം ഇപ്പം നല്ലതല്ല. ഇത് കാരണം ഇന്ന് അവരെടുത്ത് ഒരു ചന്ദ്രടി വാങ്ങിക്കാൻ പോകുന്നു. ട്രംപ് എന്ത് പറയുന്നു എന്നാൽ വാറാണ് ഇമ്പോർട്ടൻറ്റ്, ഡോളർ എവിടെ പോയാലും എനിക്ക് പ്രശ്നമില്ല. എനിക്ക് 3 അല്ലെങ്കിൽ 4 ട്രേഡിന് വന്നിരിക്കും. 26,000 സ്വച്ഛം കൂടിയ FII വിറ്റിരിക്കുന്നു. ഇന്നും കൂടെ ചേർക്കുവാണെങ്കിൽ $3 ബില്യൺ വിറ്റിരിക്കുന്നു. ഹാപ്പിയാണ് വിൽക്കുന്നത് ആര് വാങ്ങുന്നു എന്നാൽ ഇട്ടിക്കുന്ന കാശാണ് വാങ്ങി നഷ്ടപ്പെടുന്നു. കാരണം ഒന്നും ചെയ്യാം. അടുത്ത് പല മാർക്കറ്റ് ട്വിസ്റ്റ് ഇരിക്കുമ്പോൾ ട്വിസ്റ്റ് അവരെ ഇൻ്റർവ്യൂ കൊടുത്ത് യൂട്യൂബിലുള്ളൊരു മുഖ്യസ്ഥരാണ്. അവർ ബോംബെയിൽ ഇരുന്ന് സംസാരിക്കും. അവരെന്ത് പറയുന്നു എന്നാൽ കൺസിസ്റ്റൻ്റ് കോമ്പൗണ്ടാണ് ഒരു കാര്യത്തിനെ കൊണ്ടുവന്നു. 22-ൽ ഏഷ്യൻ പെയിൻസിന് 3,600 രൂപയ്ക്ക് ബൈക്കോൾ കൊടുത്തു. അവർ എപ്പോൾ ബൈക്കോൾ കൊടുത്തോ ആ സമയം കൊണ്ട് 2,000-ന് എത്തിയായിരുന്നു. പെയിൻറ്റിൻ്റെ ഇൻപുട്ടേ ക്രൂഡ് ഓയിലാണ്. ഇതിൻ്റെ വില ഇപ്പോൾ കയറിയിരിക്കുന്നു. കയറുകയാണെങ്കിൽ ലാസ്റ്റിലാണ് കമ്പനി പോവും. വില കയറിയാൽ ആരും പെയിൻറ്റ് വാങ്ങൂല. ഇതിൽ വേറെ ബിർളക്കാരും ഇറക്കി വെച്ചിരിക്കുന്നു. വെളിയിൽ പോകുന്ന കമ്പനിയൊക്കെ നിങ്ങൾ ചേർക്കുവാണെങ്കിൽ ഇത് തന്നെ ആവും. അടുത്ത് സൗത്ത് കൊറിയൻ മാർക്കറ്റ് ഇന്ന് തന്നെ കിടപ്പിലാണ്. നമ്മളും അത്രയും വിളിഞ്ഞിരിക്കണം. അവർക്ക് വിഴുങ്ങാനും പറ്റില്ല, വെളിയിലെടുക്കാനും പറ്റുന്നില്ല. ഇത് കാരണം ഗോൾഡിനെ ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു. ഇതാണ് നമ്മളെ സ്ഥലങ്ങളിൽ കുറച്ച് ഗോൾഡിൻ്റെ വില കുറഞ്ഞിട്ടുള്ളത്. നമ്മളെ സ്ഥലത്തിൽ എങ്ങനെയെങ്കിലും എടുത്തൊന്ന് വിൽക്കാൻ നോക്കിയാൽ കുരുവി വരാൻ പറ്റുന്നില്ല. കുരുവിക്ക് പെട്ടെന്ന് വരുവാണെങ്കിൽ പെട്ടെന്ന് ചുട്ടും. കാരണം ഗോൾഡ് ഇങ്ങനെയാണ് പാടുപെടുത്തിക്കൊണ്ടിരിക്കുന്നു. നിഫ്റ്റി ഗോൾഡ് റേഷ്യോ വളരെ മോശമാണ്. ഇത് കാരണം ബൈ എന്ന് പറയുന്നു നിഫ്റ്റീനെ. അതിന് വേണ്ടി ബൈ ഒന്നും ചെയ്തില്ല. ഇത് അണ്ടർ വാല്യൂഡ്, അത് നോക്കി വാങ്ങാം. നിങ്ങളുടെ കയ്യിൽ 10 ലിസ്റ്റ് ഉണ്ട്, ആ ലിസ്റ്റിനെ കൺസിഡർ ചെയ്താൽ മതി. ദുബായിൽ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞായിരുന്നു. എൻ്റെ പേരൊക്കെ വെച്ചാണ് മാർക്കറ്റ് ചെയ്തായിരുന്നു. അവിടെ ഞാൻ വാങ്ങിയില്ല, സേഫർ സൈഡാണ്. റിയൽ എസ്റ്റേറ്റിനെ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞായിരുന്നു ഞാൻ. 20% റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്സ് ഗോവിന്ദമായിരിക്കുന്നു. ഇന്നും ഗോവിന്ദ ആവും. പാതിക്ക് പാതി വില ഇറങ്ങും. ദുബായിലൊക്കെ അതൊക്കെ തീർന്ന് നോക്കിയെങ്കിൽ 30-35 50% വരെ ജോലി കിട്ടും. കൃത്യവാസന എന്ത് പറയുന്നു എന്നാൽ ഒക്കെ പ്രോബ്ലം ഇല്ല, ഫോണ് ഊതിയിടും, ഒക്കെ ചുമ്മാ പേടി കാണിക്കുന്നു. 1,500-ലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. 2,500-ൻ്റെ താഴെ പോവുകയാണെങ്കിൽ ഫ്രണ്ടായിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ തന്നെ കൺസിഡർ ചെയ്തിരിക്കാം. കർണാടക ബാങ്ക് ഒരു ചെറിയ പ്രോബ്ലം, ഷെയർ ഹോൾഡേഴ്സൊക്കെ ചേർന്ന് ഇന്ദ്രൻ ഒരാളിന് വോട്ടിടത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം റിസൈൻ ചെയ്തിരിക്കുന്നു. കാരണം മാർക്കറ്റ് കുറച്ച് പ്രോബ്ലത്തിലാണ് ഇരിക്കുന്നു. അവസാനം ഈ ക്ലൗഡ് പ്രൊവൈഡേഴ്സൊക്കെ ഇരിക്കുന്നല്ലേ, സ്റ്റേഷനിൽ സെർവർ, റൗട്ടർ, സെൻറ്റർ, ആ ട്രാഫിക് ഒക്കെ ഇതിനടുത്ത് തിരികെ വിടാമെന്ന് നോക്കുന്നു. ശേഷം ഈ ക്രൂഡ് എങ്ങനെ ക്രൈസിസ് ഒക്കെ കൊണ്ടുവരുമെന്ന് എല്ലാവരും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്രൂഡ് സെൻസിറ്റീവ് സ്റ്റോക്സ് ഒക്കെ ഇന്നും അടിയാണ്. ഗെയിൽ ലൈഫ് ടൈം ലോ ആണ്. അങ്ങനെ പറഞ്ഞ് ഗവൺമെൻറ് സ്റ്റോക്കിൻ്റെ പുറകെ പോകണ്ട എന്ന് വളരെ ഏൺ ചെയ്യുന്ന സ്റ്റോക്ക് നോക്കാൻ പറഞ്ഞ കാരണം ഇതാണ്. ഇരുന്നെങ്കിൽ ഇന്ന് റിലേറ്റീവ്ലി ബെറ്റർ പൊസിഷനിൽ ഇരുന്നിരിക്കും. പോർട്ട്ഫോളിയോ ഇന്ന് 5% വിളുന്നിരിക്കും. ക്ഷമിക്കാനൊന്നുമില്ല, കൺസിഡർ ചെയ്തുകൊണ്ടേ ഇരുന്നാൽ മതി. എല്ലാം വന്നിട്ട് ഒരു ക്യാൻസർ ഡ്രഗിനെ റീകോൾ ചെയ്തിരിക്കുന്നു. സിപ്ലൈ അടിച്ചു ഒരു ചാൻസ് നമുക്ക് കിട്ടുവാണെങ്കിൽ അതിനെ നമുക്ക് താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞെടുക്കാം. ഇതാണ് ഇന്നുള്ള ടോട്ടൽ ന്യൂസ്. എന്ന് നോക്കുമ്പോൾ ഫാറിലെ അല്ലാതെ മിച്ചം എല്ലാം എഴുതിയിട്ടുണ്ട് താഴെ. ലഞ്ചെടുക്കുന്ന സമയമാണെന്ന് ചോദിക്കുന്നു. പക്ഷേ ലഞ്ചെടുക്കുന്ന സമയമല്ല ഇത്. ലഞ്ചെടുക്കുന്ന സമയം വരുവാണെങ്കിൽ ഞങ്ങൾ തന്നെ പറയാം. ഈ സമയം കൊണ്ട് ടിഫിൻ കാഫിയോ മാത്രം നിങ്ങൾ കഴിച്ചാൽ മതി. ആരൊക്കെ 5 ലക്ഷത്തിൻ്റെ മുകളിൽ ആക്റ്റീവ് ഫണ്ട് വെച്ചിരിക്കുന്നു, ഇങ്ങനെ എടുത്തിട്ട് ഓടുന്നതാണ് ബെറ്റർ. എല്ലാവരും പേടിക്കേണ്ട. ബോണ്ടിലിടാൻ കാശിരിക്കുന്ന അത്രയും പേർക്കൊക്കെ ബോണ്ടിലിടാം. വെസ്റ്റേൺ ബെറ്റർ ആൾട്ടർനേറ്റ് ആണ്. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം.
ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക്